ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ, ഒരു ഡ്രീം മൈ ലൈഫ് എടുക്കണം. യൂട്യൂബിൽ എല്ലാവരും എടുക്കണം കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ, എല്ലാം ഒന്നുമില്ല, കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. രാവിലെ എനിക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. മീനൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക. അവിടെ കണ്ടോ, അങ്ങനത്തൊരു ഫിഷ് ടാങ്കിലൊരു മീനുണ്ട്, ഇവിടെയും മീനുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കും കുറച്ച് നേരം. എന്നിട്ട് ആ ടൈമിൽ ചിലപ്പോൾ ന്യൂസൊക്കെ കാണും കേട്ടോ, 24 ചില സമയം, എല്ലാ ദിവസമൊന്നും കാണത്തൊന്നുമില്ല, പറ്റുന്ന ടൈമിലൊക്കെ കാണാറുണ്ട്. ഇന്നെനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ഫുഡായിട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലെ ദോശ ഉണ്ടായിരുന്നു, പിന്നെ ദോശയും അതിൻ്റെ കൂടെ കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. ദോശയും കടലക്കറിയും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഓരോ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ പിന്നെ പോയി തുണി അലക്കാനായിട്ട് പോയത്. അപ്പോൾ ആദ്യം ഈ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഈ റിൻസിൽ മുക്കി വെച്ചിട്ട് പിന്നെ പോയിട്ട് കുറച്ച് തുണി പണിയെടുക്കാമെന്ന് കരുതി. കാരണം ആ ടൈം ആകുമ്പോഴേ നല്ല ഇതായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഇരുന്നു. അപ്പം മുറ്റത്ത് അത്രയും ചവറുണ്ടായിരുന്നു. അപ്പോൾ മുറ്റം അടിക്കാമെന്നാണ് വിചാരിച്ചത്. ആദ്യം മുറ്റടിച്ച് ക്ലീനാക്കിയതാട്ടോ ഇത്. ചെയ്ത ശേഷം പിന്നെ നോക്കുമ്പോൾ ഒരു നിർവൃതി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. മുറ്റടിച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ വീട്ടിനകത്ത് കയറി വന്നു. അകത്ത് കയറിയപ്പോൾ കൊച്ചിൻ്റെ പോകാനായിട്ട് ഇറങ്ങി, തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. ഒറ്റയ്ക്കല്ല പോകുന്നത്, ചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ലേസി അടിച്ചിരിക്കുക. അപ്പോൾ വീട്ടിൽ രാവിലെയുള്ള കുറച്ച് ജോലികൾ തീർത്തിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ എല്ലാ ദിവസവും രാവിലെ തിരി എത്തിച്ചിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഞാൻ വെച്ച് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ദോശയും കടലക്കറിയും മുട്ടയും. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയ ടൈമിൽ ഒരു മാതളം എടുത്ത് മുറിച്ച് കഴിച്ചു. കാരണം 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ. 11 മണിക്കാണ് തോന്നണം, പക്ഷേ ഞാൻ 10 മണിയായപ്പോൾ കഴിച്ചു. കാരണം 11 മണിക്ക് ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്തേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറിപ്പോയി. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നിട്ട് ഇറങ്ങി ഒരു 11 മണിയൊക്കെ ആയിക്കാണ്. ആ ടൈമിൽ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതേ പോത്തങ്കോട് എത്തിയിട്ടുണ്ട്. പോത്തങ്കോട് കഴിഞ്ഞായിരുന്നു. പോത്തങ്കോടൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പോത്തങ്കോടും കഴിഞ്ഞ് ഇപ്പോൾ ഇത് വെഞ്ഞാറമ്മൂട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. വെഞ്ഞാറമ്മൂട് എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, വഴിയൊക്കെ തെറ്റിപ്പോയി. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടും ഞങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് വെഞ്ഞാറമ്മൂട് ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് കുറച്ചപ്പുറത്തായിട്ടാണ് വന്നത്. പക്ഷേ ഇത് വെഞ്ഞാറമ്മൂടിന് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടാണ് വന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഗോകുലത്തിലാണല്ലോ ഹോസ്പിറ്റൽ. അപ്പം അതിൻ്റെ അടുത്തുള്ള പഞ്ചായത്തായിരിക്കും എന്ന് കരുതിയിട്ട് ഗോകുലം ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെയുള്ള 1-2 ഓട്ടോ ചേട്ടന്മാരോട് ചോദിക്കാം എവിടെയാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ ഒട്ടും അറിയില്ല. അതുകൊണ്ടാണ് എന്നെ കൂടെ കൂട്ടിയത്. അങ്ങനെ അപ്പോൾ എനിക്കും തെറ്റിപ്പോയി. അവിടെയുള്ള 1-2 ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പം ഞാൻ ഗോകുലം എത്തിയപ്പോൾ എനിക്ക് വന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പേരിലൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തിലേക്ക് വന്നത്. അപ്പോൾ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ എന്നപ്പോൾ ചേട്ടൻ ചേച്ചി വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കണം. അതിന് പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അക്ഷയയിൽ പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അക്ഷയയിൽ വന്ന് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ഫുഡ് വെച്ചിട്ട് വരുന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ സിനിമയാണ് കേട്ടോ, പേരൊന്നും എനിക്കറിയില്ല. സിനിമ കണ്ട് അത് വൈകുന്നേരം ആയപ്പോൾ പഴംപൊരി കഴിക്കാൻ തോന്നിയിട്ട് കുഞ്ഞമ്മയോട് കുഞ്ഞമ്മ ചേട്ടൻ വന്നല്ലേ പഴംപൊരി കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞമ്മ പഴംപൊരി ഉണ്ടാക്കി തന്നു. പഴംപൊരി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് പണികളൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നപ്പോൾ വെച്ചിട്ടുണ്ടായാലും വീഡിയോ എടുക്കാനും. കുഞ്ഞമ്മ മാവൊക്കെ മിക്സാക്കി അതിൽ എള്ളൊക്കെ ഇട്ട്, ഈ എള്ളും ഇടുന്നത് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല, എറണാകുളത്ത് ദോശ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയും ഞാനും കൂടിയാണ് ഉണ്ടാക്കുന്നത്.
എണ്ണ ചൂടാവാനായിട്ട് വെച്ചു. അതിനുശേഷം എല്ലാവർക്കും അറിയാലോ പഴംപൊരി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ. എണ്ണ ചൂടായി നോക്കിയത്, എണ്ണ ചൂടായി ഓരോ പഴംപൊരിയുടെ ഇട്ടിട്ടു. 2 വീതം ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ കുഞ്ഞാറ്റനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റനോട് ഇന്നൂസും കൂടെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ അവർ വന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം പിന്നെ ഞാൻ പറഞ്ഞതായിട്ടുള്ള കുറച്ച് ജോലികളോട് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമല്ലേ. അങ്ങനെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നു. വൈകുന്നേരം നോക്കിയപ്പോൾ ഈ പശുക്കളുണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും അവിടെ തന്നെ കെട്ടിയേക്കും. അവർ തിരിച്ച് അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. രാവിലെ നോക്കിയാലും വൈകുന്നേരം നോക്കിയാലും അവിടെ തന്നെ ഉണ്ടാവും. അത് ഈ പഴംപൊരി വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനകത്ത് ഈ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്, അവർ ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ, മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കും. അപ്പോൾ അതിലും എള്ളിടാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് എനിക്ക്. പിന്നെ എല്ലാ ജോലിയിലും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. അതിന് ശേഷമുള്ളതൊന്നും ചായ കുടിച്ചൊന്നും എടുത്തില്ല. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നു. അത്രേ ഉള്ളൂ. ബൈ.